അതൊക്കെ പുതിയ സിനിമ. ഇതേപോലെ ഇപ്പോൾ ഒന്ന് ബറാബസ് എന്ന് പറയുന്ന പടം നടത്തുന്നുണ്ട്. അത് പിന്നെ 2 സ്റ്റോൺ കളിച്ചത്. പിന്നെ ആ അമ്മ എന്ന് പറഞ്ഞൊരു നല്ലൊരു പടം വരുന്നുണ്ട്. തോമസ് സെബാസ്റ്റ്യൻ. പിന്നെ ഒരു ചെറിയ വേഷം ചെയ്തൊന്ന് നമ്മുടെ ജാതകം ലാസ്റ്റ് ഇറങ്ങിയ സിനിമയിലായിരുന്നു 1947 നായകനായിട്ട് വന്ന പടം. ആദ്യം നല്ല റിവ്യൂ കിട്ടിയ പടമായിരുന്നു. ഏറ്റവും നല്ല റിവ്യൂ കിട്ടിയ പടമായിരുന്നു. ഇപ്പോഴൊരു മനോരമ മാക്സിൽ കളിക്കുന്നുണ്ട്. അതിൽ നായകനായിട്ടില്ലായിരുന്നു. അതെ അതെ, നായകനായിരുന്നു. 10-72 വയസ്സുള്ള നായകനും നായികയും എന്താണ് എന്താ പറയുക, പഴയകാല കഥാപാത്രങ്ങൾ അല്ല, പഴയ കാലമല്ല, പുതിയ കാലത്തല്ല. പക്ഷെ ഞങ്ങൾ പഴയതായിരുന്നു. ഒരുപാട് മികച്ച റിവ്യൂസ് ഒക്കെ കിട്ടിയപ്പോൾ എന്ത് ഭയങ്കര രസം തോന്നി. കാരണം ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു റിവ്യൂസൊക്കെ മീഡിയയിലും പത്രമീഡിയയിലൊക്കെ കിട്ടുന്നത്. ചേട്ടൻ നായകനായിട്ട് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ സ്വാധീനത്തിനെ കുറച്ച് ചെയ്യുന്നല്ലാതെ സിനിമയിൽ ഇന്നത്തെ അഭിനയിച്ചാണ്. എത്ര വർഷമുണ്ടാവും സിനിമയിൽ? സിനിമയിൽ ഒരുപാട് വർഷം. സിനിമയിൽ വന്നിട്ട് ഒരുപാട് വർഷം. ആ ഒരു സമയത്ത് മലയാള സിനിമയുണ്ട്. പിന്നെ 1-2 മാസം 3 മാസം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പിന്നെ എന്തെങ്കിലും വർക്കുണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസിൽ തമ്മിലുള്ള ഭയങ്കരമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ നാടകം ഒരു നായകവേഷത്തിലേക്ക് എത്താൻ വേണ്ടി ഇത്രയും കാലം കാത്തിരുന്നില്ലേ? അങ്ങനെയാണല്ലോ ഓരോരുത്തരോട് സമയം എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെ ഓരോ സമയൻ്റെ കാശാണല്ലോ. ഈ ഹേലൻ സിനിമയിലെ ക്യാരക്ടറായിരുന്നു കുറച്ച് കാലത്തിന് ശേഷം നല്ലൊരു ശ്രദ്ധിക്കപ്പെട്ടു. നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം. ശരിക്കും ടേണിംഗ് പോയിന്റ് വേണമെങ്കിൽ പറയാം. പെട്ടെന്നുള്ളൊരു